എല്ലാവർക്കും സ്വാഗതം. 1670-നും 1680-നും ഇടയിലുള്ള ഇന്ത്യ പോർച്ചുഗീസുകാർ ഏറ്റവും ദുർബലമായി കാണപ്പെടുന്നു. അവരുടെ പഴയ സീ റൂട്ടും അതുപോലെ സ്പൈസസ് ട്രേഡും എല്ലാം ഡച്ചുകാരുടെ കയ്യിലാവുന്നു. ഗോവ, ഡിയു, ഡാമൻ മുതലായ സ്ഥലങ്ങളിൽ മാത്രമായി അവർ ഒതുങ്ങുന്നു. ഡച്ചുകാരെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ഉയർച്ചയുടെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിലാണ്. അവർ വിവിധ കേന്ദ്രങ്ങൾ, വ്യാപാര കേന്ദ്രങ്ങൾ പണിയുന്നു. ഇംഗ്ലീഷുകാരും ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രധാനപ്പെട്ട ബംഗാൾ, സൂറത്ത്, ബോംബെ, മദ്രാസ് അതൊക്കെ അവർക്ക് ലഭിക്കുകയും അവിടെ വ്യാപാര കേന്ദ്രങ്ങൾ പണിയുകയും ചെയ്യുന്നു. ഫ്രഞ്ചുകാർ പിന്നീടാണ് വന്നെങ്കിലും അവർ ക്രമേണ ശക്തി പ്രാപിക്കുന്നു. പോണ്ടിച്ചേരിയിൽ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പണിയുന്നു. ഫ്രാങ്കോയിസ് മാർട്ടിൻ അവിടെ ഒരു ഫോർട്ടിഫൈഡ് സിറ്റിയാക്കി അതിനെ ടൗണാക്കി അതിനെ മാറ്റുന്നു. ഇനി മുഗൾ കൊട്ടാരത്തിലേക്ക് പോയാൽ ഔറംഗസേബിൻ്റെ ഭരണകാലം അതിശക്തമായ സാമ്രാജ്യം അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശക്തമായ ഓർത്തഡോക്സ് മുസ്ലിം പോളിസി അദ്ദേഹം പിന്തുടരുന്നു. ജസിയ എന്ന നിയമം അദ്ദേഹം പുനഃസ്ഥാപിക്കുന്നു. മുഗൾ രാജകൊട്ടാരത്തിൽ ആർട്ടും മ്യൂസിക്കൊക്കെ നിരോധിക്കുന്നു. ഡക്കാൻ സുൽത്താനേറ്റുമായി നിരന്തരമായി സംഘർഷത്തിലേർപ്പെടുന്നു. ഈ കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ശിവജിയുടെ ഉയർച്ചയാണ്. 1670-ൽ പുരന്ദർ ഉടമ്പടി പ്രകാരം മുഗളർ കൊടുത്തിരുന്ന കോട്ടകൾ മുഴുവനും പിടിച്ചെടുക്കുന്നു. 1674 ഛത്രപതി ശിവജി എന്ന പേരിൽ സ്ഥാനാരോഹണം ചെയ്യുകയും വിശാലമായ മറാത്ത സാമ്രാജ്യം സ്ഥാപിക്കുകയും മുഗളന്മാരുമായി നിരന്തരം ഏറ്റുമുട്ടുകയും ചെയ്യുന്നു. ഇനി ഞാൻ പറയുന്നത് ബോംബെയെക്കുറിച്ചാണ്. 1661-ൽ പോർച്ചുഗീസ് രാജാവായ ജോൺ നാലാമൻ്റെ മകൾ കാതറിൻ ബർഗാസയും അതുപോലെ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമൻ തമ്മിൽ വിവാഹം ഉറപ്പിക്കുന്നു. അതുപ്രകാരം ഉണ്ടാക്കിയ മാരേജ് ഉടമ്പടിയിൽ ബോംബെ സ്ത്രീധനമായി കൊടുക്കുന്നു ബ്രിട്ടീഷുകാർക്ക്. ബോംബെ കൊടുക്കുന്നതിന് മറ്റൊരു കാരണമുണ്ട്. പോർച്ചുഗീസുകാർക്ക് ശക്തമായ ഒരു സുഹൃത്തിനെ വേണമായിരുന്നു സ്പെയിനെതിരായ യുദ്ധത്തിൽ. അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ ഒരു ഉടമ്പടി അവർ തയ്യാറാക്കുന്നത്. ഏതായാലും ബോംബെ എന്ന് പറഞ്ഞാൽ 1500 മുതൽ പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നു. പക്ഷേ അത് ഒട്ടും തന്നെ പുരോഗതി പ്രാപിച്ച ഒരു പ്രദേശമായിരുന്നില്ല. 1661-ൽ ബ്രിട്ടീഷ് രാജാവിന് ലഭിച്ചെങ്കിലും 1668-ലാണ് അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറുന്നത്. തീർച്ചയായും അത് തന്ത്രപ്രധാനമായ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു. സൂറത്തിൽ നിന്നും അതിവേഗം അവർ ഹെഡ്ക്വാർട്ടേഴ്സ് ബോംബെയിലേക്ക് മാറ്റുന്നുണ്ട്. അത് ഏറ്റവും ഡീപ്പായ ഒരു ഹാർബറായിരുന്നു. ഏത് ടൈപ്പ് യൂറോപ്യൻ ഷിപ്പിനും ഡോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രദേശമായിരുന്നു അത്. അതിവേഗം അത് വളർന്നു. അതുമാത്രമല്ല, ബോംബെയിൽ നിന്നും എല്ലാ ഭാഗത്തേക്കും പോകാൻ വളരെ എളുപ്പമാണ്. സൂറത്തിലേക്കും അതുപോലെ ഗുജറാത്തിലേക്കും ഡക്കാൻ ഭാഗത്തേക്കും മലബാർ തീരത്തേക്കും കൊങ്കൺ തീരത്തേക്കും പേർഷ്യൻ ഗൾഫിലേക്കും റെഡ് സീയിലേക്കൊക്കെ പോകാൻ വളരെ എളുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വലിയൊരു ട്രേഡിംഗ് പോയിൻ്റായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇത് നമുക്ക് ബോംബെ ഗേറ്റ് വേ എന്ന് തന്നെയാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നാണ് വിളിക്കുന്നത്. ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഒരു കാലത്ത് യൂറോപ്യൻ ട്രേഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രി പോയിൻ്റായി വികസിച്ചിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് 1948-ൽ അവസാനത്തെ ബ്രിട്ടീഷ് സൈന്യം ഇന്ത്യയിൽ നിന്നും വിട്ടുപോകുന്നത് അവർ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഈ ബോംബെ ഗേറ്റ് വേയിൽ കൂടി ആയിരുന്നു എന്നുള്ളത് കാലത്തിൻ്റെ കാവ്യനീതിയോ ചരിത്രത്തിലെ ഒരു വിരോധാഭാസമോ ആകാം.